എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബാറ്റിൽ തുറത്ത് ഹെവൻ എന്ന ആനിമിന്റെ എപ്പിസോഡ് 192 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹൊൻമേഷൻ ഉണ്ടാക്കിയ ടൈലോ ഡെവിൽ ഫോർമേഷൻ, ആ സീൽ ഫോർമേഷൻ അതിനുള്ളിൽ സീൽ ചെയ്യാൻ പോകുന്ന പ്യൂരിഫൈങ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിം കൂടുതൽ പവേഴ്സ് കൊടുത്ത് അതിന് സീൽ ചെയ്യാൻ നോക്കുകയാണ്. അതാകട്ടെ അതിന്റെ ഹെവൻലി ഫ്ലെയിം യൂസ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ട് പിന്നെ ട്രൈ ചെയ്യുവാണ് എന്ന് പറഞ്ഞ് കൂടുതൽ പവേഴ്സ് കൊടുത്തു വളരെയധികം പ്രഷർ ആക്കുകയാണ്. എല്ലാം കൂടി ആയപ്പോൾ തന്നെ ആ ഡീമോണി ഫ്ലെയിമിന്റെ കൺട്രോൾ പോയിരുന്നു. ഷിയോ കണ്ടിട്ട് ഫോഴ്സ് ആയിട്ട് ആ ഹെവൻലി ഫ്ലെയിം പുറത്തു വരുന്നുണ്ട് എന്ന് പറയുന്ന ടൈമാണ് ആ ഡീമോണി ഫ്ലെയിം അതിന്റെ ഒറിജിനൽ രൂപം എടുക്കുന്നത്. അതിന്റെ പവർ ആകട്ടെ അത്ര നേരം കണ്ടതുപോലെ ആയിരുന്നില്ല. എന്നിട്ട് ചിരി എന്നെ സീൽ ചെയ്യാൻ നോക്കുന്നു, എന്നാൽ നിങ്ങൾ ഇവർ ഉറുമ്പ് ഒന്നും ഇല്ലാതാക്കാൻ പോകുന്നത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഇതളുകൾ പോലെ ഉള്ളത് വെച്ച് അത് വെച്ച് തന്നെ അറ്റാക്ക് കൊടുക്കുകയാണ്. ആ ഹെവൻലി ഫോർമേഷനിലേക്ക് ഒരു അറ്റാക്കിൽ തന്നെ അവർക്ക് മനസ്സിലായി മുൻപത്തെ പോലെ ആയിരുന്നില്ല എന്ന്. ആ ഫ്ലെയിം ആകട്ടെ വളരെയധികം ആക്രോശമായിട്ട് കലിപ്പായിട്ട് പിന്നെയും വിടുന്നു. അത് കൊളാപ്സ് ആകാൻ പോകുന്നു എന്ന് ചെയ്യുവാൻ എൽഡേഴ്സ് ആർക്കും തന്നെ പറ്റുന്നില്ല. അത് പിടിച്ചെടുത്ത ഹൊൻമേഷന് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോവുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് സ്വയം എസൻസ് ബ്ലഡ് അതെടുക്കാണ്. അത് വെച്ച് പിന്നെ ഫോർമേഷനിലേക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ചെയ്യാൻ ഇത്ര കഷ്ടപ്പെട്ടത് വെറുതെ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ എടുക്കുന്നു. അതുപോലെ അവിടെയുള്ള എല്ലാവരും അവരുടേതായ എസൻസ് ഫ്ലെയിം എസൻസ് ബ്ലഡ് അതെടുക്കുകയാണ്. എന്നിട്ട് നേരെ ഫ്ലെയിമിന് നേരെ വിടുന്നു. അത് കണ്ട് അപ്പോൾ തന്നെ ഒരു ഷീൽഡ് പോലെ ഉള്ളതൊക്കെ വെച്ച് തടയുകയാണ്. എസൻസ് ബ്ലഡ് എന്നത് വളരെ പവർഫുൾ ആയ ഒന്നാണ്. ഞാൻ അത് ലാസ്റ്റ് പറയാം. ലെങ്ത് കൂട്ടാൻ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ അത് തടഞ്ഞുകൊണ്ടിരിക്കെ പറ്റാതെ ഈ ബ്രേക്ക് ആകുന്ന സിറ്റുവേഷനിൽ കണ്ടപടെ ഹൊൻമേശങ്ങി ഇതാണ് അവസരം എന്ന് പറഞ്ഞിട്ട് അയാളുടെ പവർ എടുത്തിട്ട് ആ ടൈലോ ഡെവിൾ സീൽ ഫോർമേഷൻ പിന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നു. കൂടുതൽ പവർ ചേർത്ത് നേരെ വിട്ടു. അത് തടയാൻ ആ ഡീമോണി ഫ്ലെയിമിന് കഴിഞ്ഞില്ല. കാരണം ഓൾറെഡി ഷീൽഡ് വെച്ച് തടഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതിൽ ട്രാപ്പായി. അപ്പോൾ തന്നെ സീൽ ഫോർമേഷൻ വെച്ച് പയ്യെ കൗണ്ടർ അറ്റാക്ക് കൊടുത്തു. അവസാനം ആ ഫ്ലെയിമിനെ സീൽ ചെയ്യണം. ഫൈനലി അവർ ആ ഡീമോണി ഫ്ലെയിമിനേക്കാൾ മുൻപിൽ വന്ന് അതിനെ തോൽപ്പിച്ചു. ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. കാരണം ആ ഫ്ലെയിമിന് വേണ്ടി വന്നവരാണ് അവർ എല്ലാവരും. ഇനിയാണ് അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഹൊൻമേഷങ്ങൾ അവളുള്ളവരോടൊക്കെ നന്ദി പറയുകയാണ്. ഇത് പുറത്തു പോയ വലിയ പ്രശ്നമാകുമായിരുന്നു എന്നൊക്കെ ഇതിന് ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് ആ സീൽ ചെയ്ത ഫ്ലെയിം എടുക്കാൻ വന്നതും ഫയർ ക്ലാനിലേക്ക് എൽഡർ എനിക്കറിയാം നീ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞത് തടഞ്ഞ് മറ്റുള്ളവരെ ചേർന്ന് അതിനെ സ്റ്റോപ്പാക്കി. എന്നാലും പിന്നെ ഫോഴ്സ് വെച്ച് എടുക്കാൻ നോക്കി. അപ്പോഴേക്ക് സിയാം വന്ന് കൊണ്ടുപോയി. എന്നാൽ അവളാകട്ടെ ഷിയോ എന്താ പിടിച്ചോടാന്ന് പറഞ്ഞിട്ട് അവന്റെ കൊടുത്തു. മതിയല്ലോ. അവിടെയുള്ള മുഴുവൻ പേരും പിന്നെ അതിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. ഹൊൻമേഷങ്ങിന്റെ ഡൗക്ക് ആൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. റിക്കവർ ആകാൻ ടൈം വേണം. അവരോട് പിടിക്കാനായിട്ട് പറഞ്ഞു. സിയ മനസ്സിൽ ഷിയോയെ ഇതാണ് നിനക്ക് അവസരം. ഷിയോയെ വന്നത് അവന്റെ പിറകിലായിട്ട് വന്നു. എന്നാൽ ഷിയോൻ അപ്പൊ തന്നെ തട്ടി യൂണറിന്റെ അടുത്തേക്ക് കൊടുത്തു. എന്നിട്ട് യെല്ലോ സ്പ്രിങ് പാം ടെക്നിക്കുക അത് വെച്ച് അറ്റാക്ക് ഡിസ്ട്രാക്ട് ആയിട്ട് വേറൊരു തന്നെയിലേക്ക് പോയി. എന്നാൽ അധികം അവന് ടൈം ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിട്ട് തന്നെ സൈഡായി കളഞ്ഞു. പിന്നെ അത് അവിടെ നിന്നില്ല, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലെയിം ഇല്ലല്ലോ കുഴപ്പമില്ല, ഷിയോന് അവനെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡെപ്യൂട്ടി ചീഫ്. എന്നാൽ അത് തടഞ്ഞുകൊണ്ട് മാസ്റ്റർ എൽഡറിനെ ഹോയിന് നിങ്ങൾക്ക് പോരെ എന്ന് പറഞ്ഞ് അവരുടെ ഫൈറ്റ് അവിടെ തുടങ്ങി. ആ സീൽ ഫ്ലെയിം ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മാറി പോയാണ്. ഒരു ഫയർ ക്ലാനിലെ പെണ്ണിന്റെ കയ്യിൽ കിട്ടി. എന്നാൽ തണ്ടർ ക്ലാൻ വന്ന് അറ്റാക്ക് അതിൽ നിന്ന് മാറി പോകെ യാവോലിങ് അവന്റെ ആമയും കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പോയി ഇതുവഴിയാണ് അവിടെ വണ്ടി ഓടിച്ച് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എർത്ത് ക്ലാൻ ലാഭം വന്നിട്ട് ഒറ്റയടി. അതിൽ തന്നെ അവനും അവന്റെ വണ്ടിയൊക്കെ സൈഡായി കിട്ടിയെന്ന് പറഞ്ഞ് തണ്ടർ ക്ലാൻ ലാഭം വന്നു. പറ്റില്ല എന്ന പോലെ യൂണർ വന്ന അറ്റാക്ക്. ഓർക്കണം ഇതെല്ലാം നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് മുൻപ് ഹെൽപ്പ് ചെയ്തതും. എന്നാൽ ഇപ്പോൾ മെയിനായ ആൾക്കാർ അല്ലെങ്കിൽ ആരുണ്ടാവും ഹോസ്റ്റായി പോയ അവരെല്ലാവരും ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ടൈമിനുള്ളിൽ എടുത്ത് അവിടെ നിന്ന് പുറത്ത് കിടക്കുകയാണ് വേണ്ടത്. എന്നാൽ അത് ആരുടെ കയ്യിൽ നിൽക്കാതെ തന്നെ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ദ അൻഡാമഡ് എന്ന സീരീസിൽ ആ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടല്ലോ, അതിലൊരു സാധനം എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് നോക്കുമല്ലോ, പരസ്പരം അടിച്ച് സൈഡൊക്കെ അങ്ങനെ പോകണം. അതേപോലെ തന്നെയാണ് ഇവിടെ ഷിയോയൻ യൂണർ ചേർന്ന് അവരുടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം അത് ഷിയോയൻ എടുത്ത് അപ്പോണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരുത്തെ പിടിച്ചു. അതാരെന്ന ഹൊൻഫങ്ങായിരുന്നു. അവർ തമ്മിൽ ഫൈനലി ഏറ്റുമുട്ടാൻ പോകുന്നു രണ്ട് ക്ലാനിലെ യങ് മാസ്റ്റേഴ്സ്. എനിക്ക് വേണ്ടത് എങ്ങനെയായാലും എനിക്ക് കിട്ടണം എന്ന് അവൻ പറയുമ്പോൾ ഇനി മുതൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷിയോൻ അവരുടെ പവേഴ്സ് എടുക്കുകയാണ്. ആ ടെറിഫിക്കായ പവേഴ്സിൽ അവിടെ ക്രാക്ക് വരെ വീണു. ഒരുത്ത അഡ്വാൻസ്ഡ് ഡൗസൈൻഡ് 2 സ്റ്റാറും ഹൊൻഫങ് അവനെ നേരിടുന്നത് ഡൗസൈൻഡ് 2 സ്റ്റാർ ആയ ഷിയോയാണ്. അത് മുകളിലേക്ക് പോയപ്പോൾ പിന്നെ അങ്ങോട്ട് ഫൈറ്റ് തന്നെയാണ് കാണുന്നത്. ഒരു സ്കില്ല് ഉപയോഗിക്കും, അത് തടയും. അവൻ്റെതായ എന്തൊരു സ്കില്ല് ഉപയോഗിച്ചു അത് ഷിയോ പാം ടെക്നിക്ക് യൂസ് ചെയ്ത് തടഞ്ഞു. അപ്പോൾ തന്നെ സോൾ ചെയിൻ അറ്റാക്ക് അത് ഡ്രാഗൺ ഹെവൻലി ഫ്ലെയിം വെച്ച് ഇല്ലാതാക്കി നേരെ വിട്ടു. അപ്പോൾ അവൻ അത് തന്നെ സാലോയും ചെയ്യുക.
ചെയ്യുകയാണ്. അതുകൊണ്ട് ഷിയോൻ ഇവനെന്തോ സ്ട്രേഞ്ച് ആണ്, പെട്ടെന്ന് തന്നെ തീർക്കണം എന്ന് പറഞ്ഞ് പിന്നെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സീൽ ഫ്ലെയിം അത് എടുക്കുക വന്നത് പിന്നെ തട്ടി അത് യൂണറിന് കൊടുത്തു. അത് അവളുടെ മുൻപിൽ 5 പേര് അവനായിട്ട് പിന്നെ ഫൈറ്റ് പോവുകയാണ്. കുറച്ചു നേരം ഷിയോന്റെ റൂളറിൽ വെച്ച് ഒരു അറ്റാക്ക് അപ്പോണ്ട് അത് തടഞ്ഞിട്ട് അവന്റെ ഒരു വീടായ സ്കില്ല് അത് അവന്റെ റൂളറിലാക്കിയിട്ട് അവന്റെ ഡൗക്ക് എടുക്കുകയാണ്. അത് ഷിയോന് ജസ്റ്റ് ഒന്ന് അഫക്റ്റ് ആയി. അപ്പോൾ തന്നെ മാറിയിട്ട് കൗണ്ടർ അറ്റാക്ക് കൊടുത്ത് ആ സ്പേസ് തന്നെ ക്രാക്ക് തന്നെ ഉണ്ടാക്കി. ഷിയോന് മനസ്സിലായി ഡിവോറിംഗ് പവർ അവന്റെ ബോഡിയിലുണ്ട്, അവൻ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നത്. അവന്റെ നിന്ന് ഡൗക്ക് എടുത്തിട്ട് അത് അബ്സോർവ് ചെയ്യുന്നു. കൊള്ളാലോ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹെവൻലി സാലവൈ മിറർ എന്നൊരു സ്കില്ല് അത് യൂസ് ചെയ്യുകയാണ്. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അത് യൂസ് ചെയ്യുന്നതോടെ അവൻ നിന്ന സ്ഥലം മാറി മറ്റൊരു സ്പേസിലായിട്ട് മാറി. അവൻ ആ സ്കില്ല് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നു. അതോടെ അവിടെയുള്ള സ്റ്റോൺസും മറ്റും എല്ലാം കൂടി ആ വലിയ ഹോളിലേക്ക് കയറി പോവുകയാണ്. അത് കണ്ട് ഷിയോൻ തിരിച്ച് 5 എലമെന്റ് ഫ്ലെയിം മെത്തേഡ് അത് ഉപയോഗിക്കുന്നു. അതെന്താണെന്ന് അവന്റെ ഉള്ള 5 ഫ്ലെയിം ഒരുമിച്ചാക്കാതെ സെപ്പറേറ്റ് ആക്കി വെച്ച് ഉള്ള അറ്റാക്കാണ്. അവനാകട്ടെ ആ സ്കില്ല് വിട്ട് 5 ഫ്ലെയിം ഡിസ്ക് എന്ന സ്കില്ല് വെച്ച് അത് തടയുന്നു. എന്നാൽ അത് അധികം നേരം കഴിഞ്ഞില്ല, എത്ര നേരം പോകുന്നു നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ ഫോഴ്സ് ഉപയോഗിച്ച് അറ്റാക്ക് പയ്യെ ആ ബ്രേക്കായി അവസാനം അവന്റെ മുൻപിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാണ്. അതിലും നിൽക്കാതെ ചിരി അവന്റെ ആ മുഴുവൻ ഡൗക്കി അത് എടുക്കുന്നുണ്ട്. ശിവൻ എന്റെ ഡൗക്കി എടുത്തു, എന്നാൽ എന്റെ സോൾ അറ്റാക്ക് നീ എത്ര നേരം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞ് പിന്നെയും ഇലീഷർ ബോഡി അതാകട്ടെ ഫൈനൽ ലെവലിലാണല്ലോ. എല്ലാ സ്പ്രിങ് ഹെവൻ ഫെയർ ടെക്നിക്ക് അത് വിട്ടു. അതവ തടയാൻ നോക്കുന്നു. അവ മനസ്സില് ഈ കാര്യം ഞാൻ ഓർത്തില്ലല്ലോ, ഇവനെങ്ങനെയാണ് ഈ സ്കില്ലൊക്കെ കിട്ടി ചെയ്യാൻ കണ്ടിട്ട് അത് തടഞ്ഞല്ലോ, എന്നാ ഇതുകൂടി നോക്ക് എന്ന് പറഞ്ഞ് അവൻ പിന്നെ അവന്റെ 5 ഹെവൻലി ഫ്ലെയിം കൂടി ചേർത്ത് ആ സ്കില്ലിലേക്ക് ആക്കുന്നു. അതിന്റെ പവർ കമ്പൈൻ ചെയ്ത് ഫസ്റ്റ് ടൈം ആയിട്ട് ഉപയോഗിക്കണം. അതാകട്ടെ വിചാരിച്ചതിനേക്കാൾ പവർഫുൾ ആയിരുന്നു. ആ സ്പേസ് മുഴുവൻ ക്രാക്ക് വീണ് അവൻ മാക്സിമം നോക്കി നടന്നില്ല. അവനെ അഫക്റ്റ് ആയി അവന്റെ സോൾ സ്പ്ലിറ്റ് ആകുന്ന രീതിയിൽ അവസാനം അവനുപയോഗിച്ച ആ സ്കില്ല് തന്നെ ബ്രേക്കായി ഒരു വലിയ എഫക്റ്റിൽ തന്നെ അവിടെ ഉണ്ടാവുകയാണ്. അത് പുറത്തുണ്ടായി അവൻ നേരെ താഴേക്ക് വീണ് അവൻ ചത്തില്ല. കാരണം അവനെ കൊണ്ട് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട്. ഒരു പുച്ഛ പോലെ ശിവൻ യൂണർ ആ സമയം 5 പേരെ നേരിടുകയായിരുന്നു. ശിവൻ കണ്ട് അവന് കൊടുക്കുന്നു. അത് കണ്ട് പോകാൻ നേരം ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവള് അവരെ തടയുകയാണ്. ശിവൻ അത് കിട്ടി, ആരും എതിർക്കാനില്ല. അതിന്റെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കിയിട്ട് ഇതൊരു ലിവിങ് ക്രീച്ചറിന്റെ പോലുണ്ട്, ഈ ലെവൽ വരെ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുമെന്ന് കരുതില്ല. എന്നാ അപ്പോണ്ട് ആരുടെ പ്രസൻസ് അവൻ നോക്കേ ഹോൺമേഷനായിരുന്നു. എല്ലാവരും ഷോക്ക്, ആരും അവന്റെ അടുത്ത് തന്നെ ഇല്ല. ഈ ഡീമോൺ ഫ്ലെയിം നിനക്ക് വെറുത്താണോ എന്ന് പറഞ്ഞിട്ട് തരാനായിട്ട് പറയുന്നു. ഇത് ഞാൻ തരില്ല, ഇതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ ഡീമോണിക് ഫ്ലെയിം ഇല്ല, പകരം ലോട്ടസ് ഫ്ലെയിം ഇൻസ്റ്റന്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആംഗ്രി ബുദ്ധ ലോട്ടസ് ഡയറക്റ്റ് അങ്ങോട്ട് കൊടുത്ത് അതാകട്ടെ വലിയൊരു എക്സ്പ്ലോഷൻ ആയിട്ട് മാറി. എങ്കിൽ കൂടി ഒരു 1004 സ്റ്റാറിനെ അപേക്ഷിച്ച് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകില്ല. എങ്കിലും ഡൗക്കി കുറഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എസൻസ് ബ്ലഡ് അത് കുറെ എപ്പിസോഡ് കേട്ടിട്ടുള്ളതാണ്, കൂടുതൽ പേർക്കും അറിയാം. ഇനി അറിയാത്തവർക്ക് അറിയാവുന്നവര് പറഞ്ഞു വിടറേ, സംഭവമൊന്നുമില്ല. ഇപ്പൊ ഷീവയിനെ വെച്ച് നോക്കിയാ അവന്റെ പ്യൂറസ്റ്റ് ഡൗക്കി ആണ് എസൻസ് ബ്ലഡ് എന്ന് പറയുന്നത്. അത് കൾട്ടിവേഷൻ ചെയ്ത അത്ര പ്യൂറസ്റ്റ് ആകുന്നതാണ്. അത് വെച്ച് അധികം ആരും പുറത്ത് എടുത്ത് ഉപയോഗിക്കാറില്ല. കാരണം ആ പ്യൂറസ്റ്റ് ഡൗക്കി ആകുമ്പോൾ അവരുടെ സ്കില്ല് അത്ര പെർഫെക്റ്റ് ആയിരിക്കും എന്നത് ഒരു കാര്യമാണ്. മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇപ്പൊ തളർന്നിരിക്കുന്ന സമയത്ത് പ്യുവറായ നോർമൽ വാട്ടർ അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുവോ അതോ ജ്യൂസ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കുവോ, പെട്ടെന്ന് ക്ഷീണം മാറാൻ എന്താണ് ഉപയോഗിക്കുന്നത്? നോർമൽ വാട്ടർ തന്നെയാണ്. അതേപോലെ തന്നെയാണ്, ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, കറക്റ്റ് ആയിട്ടല്ല. എങ്കിൽ പിന്നെ എപ്പോഴും പ്യുവർ ഡൗക്കി ആ എസൻസ് ബ്ലഡ് അതെടുത്ത് അറ്റാക്ക് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഒൺസ് അത് കഴിഞ്ഞാൽ ആള് ഡെഡ് ആകും. കാരണം പ്യുവർ ഡാക്കി ഒരുപാട് ഉണ്ടാകില്ല. പിന്നെ അത് ബ്ലഡ് കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അത്ര പവർഫുൾ ആയ ആൾക്കാർ പോലും അത് ക്രിട്ടിക്കൽ ടൈമിൽ മാത്രമേ ഒന്നും ചെയ്യാൻ വഴിയില്ലെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അതത്രേ ഉള്ളൂ. പിന്നെ ഫുൻഫെങ് ഉപയോഗിച്ച ഹെവൻലി സാലോയിങ് മിറർ അതൊരു ഡിഫൻസീവ് സ്കില്ലാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നാ, ഒന്നത് ഹെവൻ ലെവൽ ടെക്നിക്കാണ്. ലൈക്ക് ഷിവന്റെ ഗ്രേറ്റ് ക്രിയേഷൻ പാം ടെക്നിക്ക് വരെ സംഭവം അവരുടേതായ ഡൗക്കി വെച്ച് ബ്ലാക്കും പർപ്പിൾ കളറിൽ ഒരു മിററായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ലൈറ്റ് ആൻഡ് സ്പീഡിലാകുക അതിനുള്ളിൽ അവിടെയെല്ലാം വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. സംഭവം അതൊരു ഡിഫൻസീവ് സ്കില്ലാണെങ്കിലും എനിമിയെ ട്രാപ്പ് ആക്കാനായിട്ട് ഉപയോഗിക്കും. അതിലൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു സ്പേസ് പോലെ ആയിരിക്കും. അതിനുള്ളിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ആ ഉപയോഗിച്ച ആളിന്റെ ഡിഫീറ്റ് ആക്കണം. കാരണം അതൊരു ഡൗക്കി വെച്ച് ഉപയോഗിക്കുന്ന സ്കില്ലായതുകൊണ്ട് തന്നെ ഡ്രെയിൻ ആയാൽ തന്നെ അതില്ലാതാകും. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താകുമെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.